ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ആദിക്കുട്ടൻ ആൻറ്റി എന്ന് വിളിച്ചുകൊണ്ട് സ്റ്റെപ്പ് ഇറങ്ങി ഇങ്ങനെ വരികയാണ്. എല്ലാവരുടെയും മുഖത്ത് ആകാംക്ഷയാണ് കേട്ടോ. നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഞെട്ടി വിറച്ച് നിൽക്കുക തന്നെയാണ് ചെയ്യുന്നത്. കാരണം ആ കുട്ടിക്ക് എങ്ങനെ ശ്രുതിനെ അറിയാം എന്ന ചോദ്യം വരുമല്ലോ. അപ്പം അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ഓടി വന്നു. ആ കുട്ടി ഓടി വന്നിട്ട് ആൻറ്റി 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 എന്താ ഇവിടെ, ആൻറ്റി എപ്പോഴാണ് വന്നത് എന്ന് നമ്മുടെ ശ്രുതിയുടെ മുഖത്ത് നോക്കി തന്നെ ചോദിക്കുകയാണ് ചെയ്യുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിള്ള മനസ്സിൽ കള്ളമില്ല. കുട്ടികളെ കള്ളത്തരം പറഞ്ഞ് പിടിച്ചു നിർത്താനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതി പെട്ടുപോകുന്നത്. അപ്പോഴേക്കാണെങ്കിൽ നമ്മുടെ ശ്രുതി ചോദിച്ചു, അല്ല ശ്രുതി, ഏതാ ഈ കുട്ടി? നിനക്കറിയാമോ ഈ കുട്ടീനെ? അയ്യോ ശ്രുതി, എനിക്കറിയില്ല, ഈ കുട്ടി ഏതാന്ന് എനിക്കറിയില്ല എന്ന് പെട്ടെന്ന് നമ്മുടെ ശ്രുതി പറഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്കും ആണെങ്കിൽ ശ്രുതിയുടെ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി എന്ന് വേണമെങ്കിൽ പറയാം. ശ്രുതിയുടെ അമ്മയുടെ കണ്ണ് മാത്രമല്ല, മനസ്സിൽ ശ്രുതിയും കരയുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയല്ലാതെ വേറെ ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെ നമ്മുടെ ചന്ദ്ര ചോദിച്ചു, അല്ല നിനക്ക് ഈ കുട്ടീനെ അറിയാമോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ ശ്രുതി പറഞ്ഞു, ഇല്ല എനിക്കറിയില്ല എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴേക്കാണ് നമ്മുടെ ശ്രുതിയുടെ അമ്മ അങ്ങോട്ടേക്ക് ചെന്നത്. എന്നിട്ട് പറഞ്ഞു, അതെ, ഞങ്ങൾക്ക് ഈ കുട്ടീനെ അറിയില്ല, എൻ്റെ മോനും അറിയില്ല. ഇവനിങ്ങനെയാ, കാണുന്നവരെല്ലാം ആൻറ്റി അങ്കിൾ എന്നൊക്കെയാണ് വിളിക്കുന്നത്. പരിചയമൊന്നും വേണ്ട. പരിചയമുള്ളതുപോലെ ഇവനെല്ലാവരോടും പെരുമാറുന്നത്. പിന്നെ വഴിയെ പോകുന്നവരോടൊക്കെ ഇവന് ആൻറ്റി എന്നൊക്കെയാണ് വിളിക്കുന്നത്. അവരോടൊക്കെ ചോദിക്കും ആൻറ്റി എന്തിയെ, അങ്കിൾ എന്തിയെന്നൊക്കെ. കുട്ടിയല്ലേ, അവനറിയില്ലല്ലോ. എല്ലാവരും ഇവൻ ആൻറ്റിയാ, പിന്നെ അങ്കിളും. അതും കൊണ്ടാട്ടോ രേവതീനെ വിളിക്കുന്നത് കേട്ടതല്ലേ. അതുപോലെ തന്നെ എല്ലാവരും ആൻറ്റീന്നേ ഇവൻ വിളിക്കാറുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രുതിയുടെ അമ്മ എങ്ങനെയെങ്കിലും തടി തപ്പുവാണ് കേട്ടോ. ഏതായാലും ബാക്കി എല്ലാവരും ഇത് കേട്ട് നിൽക്കുകയാണ്. അപ്പോഴത്തേക്കാണ് കുട്ടി, അതെ ഇത് കല്യാണി ആൻറ്റിയാ അമ്മുമ്മേ എന്നിങ്ങനെ പറഞ്ഞപ്പം, ഹേയ് കല്യാണി ആൻറ്റി അല്ലേ ഇത് വേറെ ആൻറ്റിയാ. ഇത് കല്യാണി ആൻറ്റീനെ പോലെ തന്നെ ഉണ്ടല്ലേ. മോന് തോന്നുന്നതാ ഇത് നമ്മുടെ കല്യാണി ആൻറ്റി അല്ലെന്നേ. ആ കല്യാണി ആൻറ്റി നാട്ടിലല്ലേ, പിന്നെ എങ്ങനെ ഇവിടെ വരുന്നത് എന്ന് പറഞ്ഞു. ഏതായാലും ആ ഒരു പറച്ചിൽ കൊണ്ട് കുട്ടി ഒന്ന് ശ്രുതിനെ തന്നെ ഇങ്ങനെ നോക്കി നിന്നപ്പോഴത്തേക്കും ശ്രുതിയുടെ അമ്മ പറഞ്ഞു, മോനൊരു കാര്യം ചെയ്യുക, ബാഗ് എടുത്തുകൊണ്ട് വരണ്ടേ, നമുക്ക് പോയി ബാഗൊക്കെ എടുക്കാം, എന്നിട്ട് നമുക്ക് പോകണ്ടേ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും അമ്മമ്മ പോയി ബാഗ് എടുത്തോണ്ട് വാ, ഞാനിവിടെ നിൽക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ സച്ചി ഇങ്ങനെ വന്നിട്ട്, എടാ നീ എന്തേലും കഴിച്ചോടാ? ആ കഴിച്ചു അങ്കിളെ. അല്ല അങ്കിളെ, ഇവിടെ എന്താ പരിപാടി? അങ്കിളുടെയും ആൻറ്റിയുടെയും കല്യാണമായിരുന്നോ? ആടാ, ഒരിക്കൽ കെട്ടിയതേ പോരാത്രേ, അതും കൊണ്ടാ രണ്ടാമതും പിടിച്ച് കെട്ടിച്ചത്. എന്നാലും കുട്ടിക്ക് ആ സംശയം അങ്ങോട്ട് മാറുന്നില്ല. വീണ്ടും കുട്ടി കല്യാണിയാൻറ്റിയുടെ മുഖത്തേക്ക് തന്നെ നോക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി ചോദിച്ചു, അല്ല എല്ലാവരും ഇവിടെ ചിരിച്ചുകൊണ്ട് നിൽക്കുക, പിന്നെ മോനെ നീ എന്താ മസിൽ പിടിച്ചിരിക്കുന്നത്? നിന്നെ ഞാൻ ചിരിപ്പിച്ചിട്ടേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഇക്കിളി കൂട്ടാനും അങ്ങ് തുടങ്ങി കേട്ടോ. അപ്പോഴത്തേക്കും ആ കുട്ടി ചിരിക്കാൻ തുടങ്ങി. ഇതെല്ലാം കണ്ടിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതി നോക്കി നിൽക്കുകയാണ്. സ്വന്തം മകനെ അറിയില്ല എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് സഹിക്കാനാവാത്ത കാര്യം തന്നെയാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അമ്മൂമ്മ വന്നിട്ട് പറഞ്ഞു, അതെ ഞാൻ ബാഗൊക്കെ എടുത്തുകൊണ്ട് വന്നു, ഇനി നമുക്ക് പോകാമെന്ന് പറയുമ്പോൾ സച്ചി പറഞ്ഞു, അല്ല ഇന്നൊരു ദിവസം താമസിച്ചിട്ട് പോയാൽ പോരെ? അയ്യോ മോനെ പറ്റില്ല മോനെ, എനിക്കിന്ന് പോയേ പറ്റൂ, പിന്നീട് ഒരു ദിവസം ഞങ്ങൾ വരാം എന്ന് പറഞ്ഞിട്ട് അമ്മൂമ്മ പോട്ടെ രേവതി എന്നൊക്കെ ചോദിച്ചിട്ട് എല്ലാവരോടും അനുവാദമൊക്കെ ചോദിച്ചിട്ട് അങ്ങ് പോകുകയാണ് കേട്ടോ. ഏതായാലും പോകുന്നതിന് മുമ്പായിട്ട് ആ കുഞ്ഞ് വീണ്ടും നമ്മുടെ കല്യാണിയുടെ, അതായത് ശ്രുതിയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, തൻ്റെ ആൻറ്റി ആണ് ഇത് എന്ന് കുട്ടിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ എന്തുകൊണ്ടാണ് അമ്മൂമ്മ അത് പറഞ്ഞത് എന്ന് കുട്ടിക്ക് മനസ്സിലാവുന്നില്ല. വീണ്ടും കുട്ടി പോകുമ്പോൾ ഇങ്ങനെ നോക്കി കേട്ടോ പോകുന്നത്. കാരണം കുട്ടിക്ക് അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല എന്താണെന്ന്. അങ്ങനെ ഏതായാലും നമ്മുടെ ശ്രുതി നോക്കുന്നുണ്ട്. ശ്രുതിയുടെ മുഖം വല്ലാണ്ട് വിയർത്ത് എന്തോ ഒരവസ്ഥയിലിരിക്കാം. അപ്പോഴത്തേക്ക് ശ്രുതി നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതിക്ക് ചിരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ശ്രുതി ഇങ്ങനെ നോക്കിയപ്പം ശ്രുതി പെട്ടെന്നൊരു ചിരിയൊക്കെ ആയിട്ട് എന്താ പറയുക, ഒരു വിമ്മിഷ്ടപ്പെട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ നമ്മുടെ അമ്മൂമ്മയും ആദിക്കുട്ടനും അങ്ങ് പോയി.
അങ്ങനെ നമ്മുടെ ശ്രുതി അവർ പോയത് ഇങ്ങനെ നോക്കി നിന്നപ്പോഴത്തേക്കും ചന്ദ്ര വന്നിട്ടാണെങ്കിൽ പറഞ്ഞു, കണ്ടില്ലേ ശ്രുതി, വഴിയെ പോകുന്നവരെയൊക്കെ വിളിച്ച് കയറ്റിയേക്ക് അവൾക്ക് വലിയ കാര്യം ഉണ്ടായിരുന്നോ? ആ പയ്യനെ കണ്ടിട്ടുണ്ടെങ്കിൽ തെരുവിൽ വളരുന്ന പിള്ളേരെ പോലെയുണ്ട്, സ്കൂളിലൊന്നും പോകാറില്ലെന്ന് തോന്നുന്നു, ഒരു വകതിരിവില്ല. അപ്പോൾ ശ്രുതിയും പറഞ്ഞു, ഒരു മാനേഴ്സും ഇല്ല, അതുകൊണ്ടാണല്ലോ ഒരു പരിചയമില്ലാത്ത ശ്രുതിയെ കയറി ആൻറ്റീന്ന് വിളിച്ചത്. അപ്പോഴത്തേക്ക് ചന്ദ്രൻ പറഞ്ഞു, അതെ, എനിക്ക് തോന്നുന്നു അവൻ്റെ അമ്മൂമ്മ പഠിപ്പിച്ചതാകും, എല്ലാവരെയും ഇങ്ങനെയൊക്കെ ആൻറ്റീന്നൊക്കെ വിളിച്ചിട്ട് സ്നേഹമൊക്കെ പിടിച്ചു പറ്റിയിട്ട് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയൊക്കെ ചിലപ്പോൾ പഠിപ്പിച്ചതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ശ്രുതിക്ക് ഇതൊക്കെ കേട്ടിട്ട് അത്രയ്ക്ക് ദഹിച്ചില്ല. ശ്രുതി പറഞ്ഞു, അതെ ആൻറ്റി, ഞാൻ പോകുക. അല്ല, ഭക്ഷണം കഴിച്ചിട്ട് പോകാം. ഏയ് ഇല്ല, എനിക്ക് പാർലറിൽ പോകണം, അവിടെ കുറച്ച് തിരക്കാ, കസ്റ്റമർ ഉണ്ട്. എങ്കിൽ പിന്നെ ഞാൻ നിർബന്ധിക്കുന്നില്ല, മോള് ചെന്നോ, ആദ്യം ജോലി, അത് കഴിഞ്ഞ് ബാക്കി കാര്യങ്ങളൊക്കെ മതി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു, ശ്രുതി ഞാൻ പോകുക, ബൈ ശ്രുതി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി പുറകെ അങ്ങ് പോയിട്ടാ. കാരണം ശ്രുതിക്ക് പിന്നെ അവിടെ നിൽക്കാൻ പറ്റില്ല. കാരണം ശ്രുതി ആകെപ്പാടെ തളർന്നു പോയി. തൻ്റെ കുട്ടീനെ പറഞ്ഞത് കേട്ടല്ലോ ചന്ദ്ര, മാനേഴ്സ് ഇല്ലാത്ത കുട്ടി, എന്തെങ്കിലും മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് കിട്ടാൻ വേണ്ടിയായിരിക്കും ആ കുട്ടി അങ്ങനെയൊക്കെ ആൻറ്റി അങ്കിൾ എന്നൊക്കെ വിളിക്കുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ വല്ലാണ്ട് അങ്ങ് മനസ്സിലങ്ങോട്ട് കൊണ്ടു എന്ന് വേണം പറയാനും. ഏതായാലും ഇതേ സമയം നമ്മുടെ ശ്രുതി ഇങ്ങനെ ഒരു ഓട്ടോ തപ്പി നിൽക്കുകയാണ്. ഇവരുടെ പുറകെ ചെല്ലണമല്ലോ, അതുകൊണ്ടൊരു ചെറിയ ഓട്ടോ നോക്കി അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഓട്ടോയ്ക്ക് ഇവരുടെ അടുത്തേക്ക് ചെല്ലണം. കാരണം അതെന്താണെന്ന് ചോദിച്ചാൽ, കുട്ടീനെ സ്വന്തമല്ല എന്ന് പറഞ്ഞത് മനസ്സിലിങ്ങനെ കിടക്കുക. അപ്പം അതിനു മുമ്പ് കുട്ടീനെ കാണണം, സംസാരിക്കണം എന്നാണ് നമ്മുടെ ശ്രുതിയുടെ മനസ്സിന് തോന്നുന്നത്. അതുകൊണ്ടാണ് കേട്ടോ അവിടുന്ന് പെട്ടെന്ന് ഇറങ്ങിയത്. പിന്നെ കാണിക്കും നമ്മുടെ രേവതിനെ സച്ചിനെയാണ്. അങ്ങനെ രേവതിയും സച്ചിയും ഭഗവാന്റെ മുന്നിൽ ഇങ്ങനെ കൈ തൊഴുത് നിന്നിട്ട്, അതെ ചടങ്ങ് തീർന്നോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോഴത്തേക്കും അച്ചമ്മ പറഞ്ഞു, ഇപ്പം തൽക്കാലം തീർന്നു, പക്ഷേ ഇനി എന്തൊക്കെ ചടങ്ങുകൾ വരാനിരിക്കുന്നു? ഇനിയും ചടങ്ങോ? വീണ്ടും താലി കെട്ടണോ? ഇത് തന്നെയാണോ ജോലി? അതെ, താലികെട്ട് ചടങ്ങല്ല, ഇനി രേവതി മോള് ഗർഭിണിയാകും, കുഞ്ഞിനെ പ്രസവിക്കും, അതിനൊക്കെ ചടങ്ങ് വേണ്ടേ എന്നിങ്ങനെ ചോദിച്ചു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് സത്യത്തിൽ നമ്മുടെ രേവതിക്ക് ഒരു ചെറിയ നാണം വന്നു, അതുപോലെ സച്ചിക്ക് ഒരു ചെറിയ നാണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അച്ചമ്മ പറഞ്ഞു, അടുത്ത വർഷം ഇതേ സമയം ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തന്നേക്കണം കേട്ടോ. ഇല്ലെങ്കിൽ നിന്റെ മുട്ടുകാല് ഞാൻ തല്ലി ഓടിക്കും, നിന്റെ മുട്ടുകാല് ഇവിടെ കാണത്തില്ല എന്ന് പറഞ്ഞു. അപ്പോഴും സച്ചി ഒന്നും മിണ്ടിയില്ല, ചിരിച്ച് ഒരു ചെറിയ നാണത്തോടു കൂടി ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് അച്ചമ്മ പറഞ്ഞു, അതെ ഇനി എല്ലാവരും ഇവിടെ നിൽക്കണ്ട, എല്ലാവരും ചെന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ രേവതിയും അതുപോലെ സച്ചിയും അവിടെയുള്ള എല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോയി. അച്ചമ്മ ഭഗവാനോട് പ്രാർത്ഥിക്കുക, എൻ്റെ ഈശ്വര, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടല്ലോ, എൻ്റെ ആഗ്രഹമാണ് ഇതൊക്കെ ദൈവം സാധിച്ചു തരുന്നുണ്ടല്ലോ എന്നിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, ഇങ്ങനെ ദൈവത്തിനോട് പറയുകയാണ്. ഏതായാലും ചന്ദ്ര ഇതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഇത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ ആദിക്കുട്ടൻ്റെ അമ്മൂമ്മേനെയാണ്. അപ്പോൾ ആദിക്കുട്ടൻ ചോദിച്ചു, അല്ല ആൻറ്റി എന്നെ കണ്ടിട്ട് അറിയില്ല എന്ന് പറഞ്ഞല്ലോ അമ്മൂമ്മേ, ആൻറ്റി എന്താ നമ്മളോട് പിണക്കാണോ, അതോ ഈ മോനെ ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ശ്രുതി അങ്ങോട്ടേക്ക് കടന്നു വരിക. ശ്രുതിനെ കണ്ടതും കുട്ടി ആൻറ്റി എന്ന് വലിയ സന്തോഷത്തോടു കൂടി വിളിച്ചു കേട്ടോ. എന്നിട്ട് ചോദിച്ചു, ആൻറ്റി എന്താ എന്നോട് മിണ്ടാണ്ട് ഇരുന്നത്? ആൻറ്റിക്ക് എന്നെ അറിയില്ലേ? ഞാൻ ആൻറ്റീന്ന് വിളിച്ചപ്പം ആൻറ്റി എന്താ അറിയാത്ത പോലെ നിന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയേണ്ടതെന്നറിയില്ല. എന്നിട്ട് പറഞ്ഞു, സോറി മോനെ, അതെ ഞാനിപ്പോൾ തിരക്കിലായിരുന്നില്ലേ, അതുകൊണ്ടാ. അതെ, രേവതി ആൻറ്റിയുടെ വീട്ടിൽ ആൻറ്റി എന്തിനാ വന്നത്? അത് പിന്നെ അവിടെ ആൻറ്റിയുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഞാൻ അവനെ കാണാൻ വേണ്ടി വന്നതാ. ആണോ? ഞാൻ കരുതി ആൻറ്റിക്ക് എന്താ എന്നെ അറിയത്തില്ലാത്തതെന്ന്. ഇങ്ങനെ നോക്കിയേ, മോന് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് എന്നാ. ഹായ്, ഇതെന്ത് ചോക്ലേറ്റോ? ഹായ്, എനിക്കിത് മതി എന്ന് പറഞ്ഞ് അതങ്ങ് മേടിച്ചു കിട്ടും. അപ്പോഴത്തേക്ക് നമ്മുടെ കല്യാണിയുടെ അമ്മ പറഞ്ഞു, അതായത് ശ്രുതിയുടെ അമ്മ പറഞ്ഞു, നിനക്ക് ജോലിയില്ലേ മോളെ, നീ ചെല്ലേ, ഞങ്ങൾ അടുത്ത ബസ്സിന് പൊക്കോളാം. ഇല്ലമ്മേ, ഞാൻ നിങ്ങളെ ബസ് കയറ്റി വിട്ടിട്ടേ പോകുന്നുള്ളൂ. അല്ല മോളെ, ആ കുടുംബത്തിലെ എല്ലാവരും നല്ലവർ തന്നെയാണ്. അമ്മ പറഞ്ഞത് ശരിയാ, അവിടുത്തെ എല്ലാവരും നല്ലവരാ. എനിക്ക് സന്തോഷമായി മോളെ, നീ ഇത്രയും നല്ലൊരു കുടുംബത്തിലേക്കാണല്ലോ കല്യാണം കഴിച്ച് കൊണ്ടുപോകുന്നത് നിന്നെ. അതോർത്തിട്ട് സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അല്ല അമ്മേ, രേവതി സച്ചി വീട്ടിൽ വന്നപ്പോൾ എൻ്റെ ഫോട്ടോ വല്ലതും കണ്ടായിരുന്നു അമ്മേ? ഇല്ല, അവിടെ നിൻ്റെ ഫോട്ടോ ഒന്നും തൂക്കിയിട്ടിട്ടില്ലല്ലോ. ശ്രുതിക്കും വീട്ടുകാർക്കും എൻ്റെ പാസ്റ്റൊന്നും അറിയില്ലല്ലോ, ഇനി അറിയാനും പാടില്ല. അതുകൊണ്ട് ഇനി നിങ്ങൾ എൻ്റെ വീടിൻ്റെ പരിസരത്ത് പോലും കാണരുത്, പരിസരത്ത് പോലും വരരുത്. രേവതിയുമായോ ആ കുടുംബവുമായോ ഇനി ഒന്നും സംസാരിക്കരുത്. എന്താ മോളെ, എത്ര നാളിങ്ങനെ പേടിച്ച് ജീവിക്കും? കള്ളം പറഞ്ഞ് കല്യാണം നടത്തിയിട്ടുണ്ടേലേ സമാധാനത്തോടെ ജീവിക്കാൻ ഒരിക്കലും പറ്റില്ല. അല്ല, എല്ലാ സത്യവും
അവരോട് തുറന്നു പറയുന്നതല്ലേ മോളെ നല്ലത്. എങ്കിൽ പിന്നെ അമ്മ ചെന്ന് സത്യം പറയാം. ഞാൻ അമ്മയുടെ കൂടെ വീട്ടിലേക്ക് വരാം, അടുക്കള പണിയും വയലിലെ പണിയും ഒക്കെ ചെയ്ത് നിങ്ങളുടെ കൂടെ അവിടെ ഞാൻ കഴിയാം, മതിയോ? അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമാവുമോ? നിങ്ങൾക്ക് എന്താ പറഞ്ഞ മനസ്സിലാവത്തില്ലേ? ഞാൻ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാനുള്ള ആഗ്രഹമില്ലേ നിങ്ങൾക്ക്? അല്ല മോളെ, ഇങ്ങനെ പേടിച്ച് എങ്ങനെയാ നീ സന്തോഷത്തോടെ കഴിയുന്നത്? അതെ, ഞാൻ എങ്ങനെയെങ്കിലും കഴിഞ്ഞോളാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറയുന്നത് വരെ ഈ നാട്ടിലേക്ക് വരാൻ ശ്രമിക്കരുത്. ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ അങ്ങോട്ടേക്ക് വന്ന് കണ്ടോളാം. അതെ മോളെ, നീ നിൻ്റെ ജീവിതത്തെക്കുറിച്ചല്ലേ ചിന്തിക്കുന്നുള്ളൂ. ആദ്യയെക്കുറിച്ച് നീ എന്താ ചിന്തിക്കാത്തത്? അവൻ്റെ ജീവിതം നീണ്ടു നിവർന്നിങ്ങനെ കിടക്കുക. ഞാൻ എത്ര കാലം ഉണ്ടാകും? അല്ല, ഇപ്പം തന്നെ നീ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവനെ അറിയില്ല എന്ന് പറഞ്ഞു. ഞാൻ നാളെ ഇല്ലാതാവും. അപ്പം നീ എന്ത് ചെയ്യും കല്യാണി എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അല്ല അമ്മ എന്താ ഓർത്തത്? ഞാൻ എൻ്റെ ജീവിതം സേഫ് ആക്കുവാണെന്നും ഞാൻ അവനെ ഉപേക്ഷിച്ച് പോകുന്നൊക്കെയാണോ ഓർത്തിരിക്കുന്നത്? അതൊക്കെ തെറ്റിയമ്മേ. അവൻ്റെ ജീവിതം ഞാൻ സേഫാക്കും. അതിനുവേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ വേറൊന്നുമല്ല എനിക്ക് പറയാനുള്ളത്. രേവതിനെ, കുടുംബത്തിനെ കാണരുത്, സംസാരിക്കരുത്. ഈ ഒരു ഉപകാരം മാത്രം എനിക്ക് അമ്മ ചെയ്തു തന്നാൽ മതി എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ആദിക്കുട്ടൻ പറഞ്ഞു, അതെ ആൻറ്റി, രേവതി ആൻറ്റി നല്ല ആൻറ്റിയാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് രേവതി ആൻറ്റീനെ. എന്തിനവരെ കാണണ്ടെന്ന് പറഞ്ഞത്? ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ, നമുക്ക് അറിയില്ലാത്തവരോട് സംസാരിക്കല്ല എന്നും കാണരുത് എന്നുമൊക്കെ. ഞാനൊരു കാര്യം പറയട്ടെ, അവർ നിന്നെ തൂക്കിപ്പൊക്കി ചാക്കി കയറ്റിക്കൊണ്ട് പോകുന്നു പറഞ്ഞപ്പോൾ, ഇല്ല അങ്ങനെ ഒന്നും ചെയ്യില്ല. രേവതി ആൻറ്റി പാവാ. രേവതി ആൻറ്റിയെ എൻ്റെ കൂടെ കളിക്കും. ദേ ഈ ആൻറ്റി എൻ്റെ കൂടെ കളിക്കാറില്ലല്ലോ. കല്യാണി ആൻറ്റി എൻ്റെ കൂടെ കളിക്കാറുണ്ടോ? ഇല്ലല്ലോ. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ മോനെ, ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പം മോൻ്റെ കൂടെ കളിക്കാം. അങ്ങനെയൊക്കെ പറയുന്നതല്ലാതെ ആൻറ്റി എൻ്റെ കൂടെ കളിക്കാൻ വരില്ലെന്ന് എനിക്കറിയാം. ഇല്ലെന്നേ, വരുമെന്ന് പറഞ്ഞാൽ ആൻറ്റി വരും. ദേ ഈ ആൻറ്റിയല്ലേ വാക്ക് പറയുന്നത് എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ അമ്മൂമ്മ പറഞ്ഞു, അതായത് ശ്രുതിയുടെ അമ്മ പറഞ്ഞു, ഏതായാലും മോളെ നീ ചെല്ല്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇനി ഒരിക്കലും രേവതിയായിട്ട് മിണ്ടാനും ശ്രമിക്കുന്നില്ല, അവളുമായിട്ട് കൂട്ടൊന്നും വെക്കുന്നില്ല, അവളുടെ വീട്ടിൽ പോകത്തൊന്നുമില്ല. ഏതായാലും നീ സമാധാനമായിട്ട് ചെല്ല്, എനിക്ക് നീ തന്നെയാണ് വലുത് എന്നിങ്ങനെ ശ്രുതിയുടെ അമ്മ പറഞ്ഞു കേട്ടോ. ഏതായാലും ഇതൊക്കെ കേട്ടുകൊണ്ട് ഒരാൾ അവിടെ നിൽപ്പുണ്ട്. അത് വേറെ ആരുമല്ല, പഴയ ആ മാനേജർ തന്നെയാണ് കേട്ടോ. ആ മാനേജർക്കിട്ടാണല്ലോ നമ്മുടെ ശ്രുതി അടി കൊടുത്തത്. അപ്പോൾ ആ മാനേജർ ഈ പകുതി അരിവും മുക്കും മൂലയും ഒക്കെ കേട്ടിട്ട് എന്തോ സംതിങ് പ്രോബ്ലം ഉണ്ട്. കാരണം അവളുടെ പേര് ശ്രുതി എന്നല്ല, കല്യാണി എന്നാണ്. എന്തോ ഉണ്ട്. ആ പയ്യൻ ആരായിരിക്കും? എന്തോ സംശയം മറിഞ്ഞു കിടപ്പുണ്ടല്ലോ എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് കേട്ടോ. ഏതായാലും ഇതേ സമയം നമ്മുടെ ആദിയുടെ അമ്മൂമ്മയും കൂടെ ബസ്സിൽ കയറിയതിൻ്റെ പുറകെ ഇയാൾ ഓടി ചെന്നിട്ട് ആള് കയറാനുണ്ടേ എന്നും പറഞ്ഞ് ആ ബസ്സിനകത്ത് തന്നെ കയറുകയാണ്. കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ ശ്രുതിയുടെ ഡീറ്റെയിൽസൊക്കെ അറിയണം. അതിനുവേണ്ടി തന്നെയാണ് ആ ഒരു ബസ്സിൽ കയറിയത്. അങ്ങനെ കണ്ടക്ടർ ചോദിച്ചു, ബസ്സിൽ കയറി കഴിഞ്ഞപ്പോൾ എവിടെ ഇറങ്ങേണ്ടതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ശ്രുതിയുടെ അമ്മ പറഞ്ഞു കുമാരപുരം വന്ന്. അപ്പോഴത്തേക്കും അയാളോടും ചോദിച്ചു കഴിഞ്ഞപ്പോൾ അയാളും പറഞ്ഞു കുമാരപുരം തന്നെ ഇറങ്ങേണ്ടതെന്ന്. കാരണം ശ്രുതിയുടെ അമ്മ ഇറങ്ങേണ്ട സ്ഥലത്ത് അയാൾക്ക് ഇറങ്ങണമല്ലോ, എന്നാലല്ലേ ഡീറ്റെയിൽസ് ഒക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഏതായാലും വണ്ടി ഇങ്ങനെ പൊക്കോണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ ഒരു വിധത്തിൽ കുമാരപുരത്ത് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയുടെ അമ്മയും മകനും കൂടി അവിടെ ഇറങ്ങുകയാണ് കേട്ടോ. ഈ സമയത്ത് കാണിക്കുന്നത് നമ്മുടെ അച്ചമ്മേനെയും അതുപോലെ രവീന്ദ്രനെയാണ്. അങ്ങനെ അച്ചമ്മ ചോദിച്ചു, ഭക്ഷണമൊക്കെ എല്ലാവർക്കും തികഞ്ഞല്ലേ അല്ലേടാ? പിന്നെ തികയാതെ അധികമായി. ഓഹോ, രക്ഷപ്പെട്ടു. അല്ല, ശ്രുതി പോകുമ്പോൾ നിന്നോട് പറഞ്ഞിരുന്നോ? ഇല്ല, എന്നോട് പറഞ്ഞില്ല. ആ കൊച്ചു പോയപ്പോൾ എന്നോടും പറഞ്ഞില്ല. അല്ല, ആ കൊച്ചു എന്താ ഇത്ര പെട്ടെന്ന് പോയത്? അറിയില്ലല്ലോ. ഭക്ഷണം കഴിക്കാനും നിന്നില്ലെന്ന് തോന്നുന്നു. കഴിച്ചിട്ടില്ലമ്മേ, അത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. അല്ല, അവക്കെന്താ പറ്റിയത്? കയറിപ്പോൾ ഉണ്ടായ സന്തോഷമൊന്നും പിന്നീട് അവളുടെ മുഖത്ത് കണ്ടില്ല. എന്തോ ചെറിയ പ്രശ്നമുള്ളതുപോലെയായിരുന്നു എനിക്ക് തോന്നിയത്. അല്ല, നീ ശ്രദ്ധിച്ചില്ലേടാ? ഇല്ലമ്മേ, ഞാൻ ശ്രദ്ധിച്ചില്ല. എന്തോ എനിക്ക് അവളുടെ കാര്യത്തിൽ ഒരു തൃപ്തി തോന്നുന്നില്ല. എന്താണെന്നറിയില്ല. എന്തോ ഒന്ന് വിശദമായിട്ട് അന്വേഷിക്കണം കേട്ടോ. എന്തിനമ്മ വെറുതെ അന്വേഷിക്കുന്നത്? അമ്മയും മകനും അന്വേഷിച്ചിട്ട് തൃപ്തിപ്പെട്ടിട്ട് തീരുമാനിച്ചതല്ലേ. ഇനിയിപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് അന്വേഷിക്കേണ്ട കാര്യമുണ്ടോ? നമ്മളാരും ഇനി അന്വേഷിക്കാൻ പോകേണ്ട കാര്യമില്ല. അതായിരിക്കും നല്ലത്. പിന്നെ ശ്രുതിയുടെ കാര്യത്തിൽ എന്തായാലും ചന്ദ്രൻ മോശം തീരുമാനം എടുക്കില്ലല്ലോ. തീരുമാനിച്ചതുപോലെ തന്നെ നടക്കട്ടെ. അതാ പിന്നെ ഞാനും അന്വേഷിക്കാൻ പോകാതിരുന്നത്. പിന്നെ കാഴ്ചയ്ക്കും കൊള്ളാം, പെരുമാറ്റവും കുഴപ്പമില്ല. പിന്നെ നമ്മുടെ രേവതിയോളം വരൂലെങ്കിലും കൊള്ളാം.
അല്ല, സുധിയുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു തന്നെയാണോ അവൾ സമ്മതം മൂളിയത്? അതൊന്നും എനിക്കറിയില്ലമ്മേ. ഏതായാലും നമ്മൾ ഇനി ചെയ്യാനൊന്നും പോകണ്ട. കല്യാണം തീരുമാനിച്ച ആ ഒരു ഡേറ്റിൽ തന്നെ നടക്കട്ടെ. അവളെ ഇഷ്ടമാണല്ലോ, അവൾക്കും അവനെ ഇഷ്ടമാണ്. പിന്നെ നമുക്ക് വേറൊന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രവീന്ദ്രൻ അവിടെ നിന്ന് എണീറ്റ് പോയി. പക്ഷേ അച്ഛമ്മയുടെ മനസ്സിൽ എന്തൊക്കെയോ കിടന്ന് കറങ്ങുന്നുണ്ട്. കാരണം എന്തോ ചെറിയ സംതിങ് ഉണ്ട് എന്ന് മനസ്സിലായി. ഈ സമയത്ത് നമ്മുടെ ആദിയുടെ അമ്മൂമ്മേനെ കാണിക്കാൻ കേട്ടോ. ആദിയുടെ അമ്മൂമ്മ അവിടെ ചെന്ന് ഇറങ്ങിയല്ലോ. അവിടെ ചെന്ന് ഇറങ്ങിയതിൻ്റെ പുറകെ നമ്മുടെ ആ ഒരു മാനേജരും ഉണ്ട്. ആ പുള്ളിക്കാരനും ഇവരുടെ പുറകെ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് എന്ന് ചോദിച്ചാൽ അറിയാലോ, എല്ലാ കാര്യങ്ങളും കണ്ടുപിടിക്കണം. ഏതായാലും അയാൾ എല്ലാ കാര്യങ്ങളും കണ്ടുപിടിച്ച് നമ്മുടെ സുധിയുടെയും ശ്രുതിയുടെയും വിവാഹം മുടക്കാനുള്ള ഒരു പ്ലാനാണ് മനസ്സിൽ കൂട്ടിയിരിക്കുന്നത്. വേറൊന്നും കൊണ്ടുമല്ല, അവരോട് ദേഷ്യം തന്നെയാണ്. സുധി കാരണക്കുറ്റി നോക്കി ഒരെണ്ണം കൊടുത്തു. അപ്പോൾ അതുകൊണ്ടൊക്കെ ഉള്ള ആ ഒരു ദേഷ്യത്താലാണ് ഇവരുടെ കല്യാണം എങ്ങനെയെങ്കിലും മുടക്കണം എന്ന് തീരുമാനിച്ചിരിക്കുന്നത്. മുടക്കാൻ ഇത്രയും വലിയ രഹസ്യമുണ്ട് എന്ന് അയാൾക്കറിയില്ല. ഏതായാലും അയാൾ അത് ചോദിച്ചറിഞ്ഞ് കണ്ടുപിടിക്കാൻ വേണ്ടി അവിടെ ഇറങ്ങിയതാണ്. അങ്ങനെ നമ്മുടെ സുധിയുടെ അമ്മയും കുട്ടിയും പതിയെ നടന്ന് നീങ്ങിട്ടോ. അപ്പം കുട്ടിയും അമ്മയും നടന്ന് നീങ്ങിയതിൻ്റെ പുറകെ നടന്ന് നീങ്ങാൻ പറ്റില്ലല്ലോ. അപ്പം കുറച്ചുകൂടെ അകലെ നിന്നാണ് ഇവരിങ്ങനെ പതിയെ നടന്നങ്ങ് പോകുന്നത്. അങ്ങനെ ഏതായാലും അയാളും പുറകെ തന്നെ ചെല്ലുകയാണ്. അപ്പം അയാൾ പുറകെ ചെല്ലുന്ന ആ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. അടിപൊളി വിശേഷം തന്നെയാണ്. മിസ് ചെയ്ത് കളയാതെ കാണുക. അതുപോലെ തന്നെ ഇനിയിപ്പം നമ്മുടെ ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും കഥ ഇടുന്നുണ്ട്, ഫുൾ വിശേഷം ഇടുന്നുണ്ട്, അതും കാണുക. പിന്നെ നമ്മുടെ ഗൗതമിൻ്റെയും നന്ദയുടെയും കഥ ഇടുന്നുണ്ട്, അതും കാണുക. അപ്പം എല്ലാം അടിപൊളി വിശേഷമാണ്. അടിപൊളിയായിട്ട് മുന്നോട്ടേക്ക് പോകുന്നു. അപ്പം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും പ്രതീക്ഷിക്കുന്നു. നമ്മുടെ പുതിയ ചാനലിൻ്റെ ലിങ്ക് കമ്മ്യൂണിറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കമ്മ്യൂണിറ്റി കയറി നോക്കുകയാണെങ്കിൽ നമ്മുടെ പുതിയ ചാനലിലെ ലിങ്ക് കാണും. നമ്മൾ ലൈവിലൊക്കെ വരുന്നതാണ്. അപ്പം നമ്മളുമായിട്ട് ലൈവ് ചാറ്റ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് സാധിക്കും. ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിച്ചോളൂ. നമുക്ക് അതൊക്കെ പരിഹരിച്ച് ഒരുമിച്ച് മുന്നോട്ടേക്ക് പോകാം കേട്ടോ. അപ്പം വീണ്ടും എല്ലാവർക്കും നല്ലൊരു ശുഭദിനമൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അപ്പം നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.